എല്ലാവർക്കും നമസ്കാരം. പൃഥ്വി വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഇന്ന് ആറ്റുകാൽ പൊങ്കാലയാണ്. ഞാൻ ഇന്ന് പൊങ്കാലയ്ക്ക് എനിക്ക് ട്രിവാൻഡ്രത്ത് പോകാൻ പറ്റിയില്ല. അതുകൊണ്ട് ഞാൻ എൻ്റെ വീട്ടിൽ തന്നെ പൊങ്കാല ഇട്ടു. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട്. ഒരു ഷോർട്ടായിട്ട് നിങ്ങളെ കാണിക്കുന്നതായിരിക്കും. പിന്നെ ഞാൻ ഇന്ന് എടുത്തിരിക്കുന്ന റെസിപ്പി ക്യാരറ്റ് ഹൽവയാണ്. സ്വീറ്റ് ആക്കാമെന്ന് വിചാരിച്ചു. ഇന്ന് പൊങ്കാലയൊക്കെയല്ലേ, അപ്പോൾ ഒരു സ്വീറ്റ് ഐറ്റം തന്നെ നിങ്ങളെ ഉണ്ടാക്കി കാണിക്കാമെന്ന് വിചാരിച്ചു. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാം, നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള ഒരു നല്ല മധുരം ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു വിഭവമാണ്, ഒരു സ്വീറ്റാണ്. പിന്നെ ഇത് ഐസ്ക്രീമിൻ്റെ കൂടെ മിക്സ് ചെയ്ത് കഴിക്കാൻ സൂപ്പറാണ്. ഇതൊരു ചെറു ചൂടോടുകൂടി ഐസ്ക്രീമുമായിട്ട് കഴിക്കാൻ നല്ലതാണ്. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഞാൻ എൻ്റെ വീഡിയോയിൽ കൂടെ നിങ്ങളെ കാണിച്ചു തരാം. നിങ്ങൾ തീർച്ചയായിട്ടും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ തന്നേക്കൂ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇത് ഇഷ്ടമാണെങ്കിൽ, അതായത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കൊക്കെ ചെയ്തോളൂ. പിന്നെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഇത് ഭയങ്കര സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്വീറ്റാണ്. വളരെ പെട്ടെന്ന് നമ്മുടെ വീട്ടിലുണ്ടാക്കാൻ പറ്റും. അപ്പോൾ എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. വരൂ നമ്മുടെ വീഡിയോയിലേക്ക്. ഇവിടെ ക്യാരറ്റ് ഞാൻ എടുത്ത് കഴുകിയൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ആ മുകളിലത്തെ ഭാഗവും താഴെ ഭാഗവും ഒന്ന് കട്ട് ചെയ്ത് കളയണം. എന്നിട്ട് ഇതിൻ്റെ തൊലി ഒന്ന് ചിരണ്ടി കളഞ്ഞാൽ മതി. തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം വീണ്ടും ഒന്ന് കഴുകി ഞാനത് ഗ്രേറ്റ് ചെയ്തെടുത്തു. ഇവിടെ ഞാൻ 4 ക്യാരറ്റ്, വലുത് നോക്കി 4 ക്യാരറ്റാണ് എടുത്തത്. അപ്പോൾ ഒരു 2 കപ്പോളം ഉണ്ട് ഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ. ഇനി ഇത് ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ മിക്സിയുടെ വലിയ ജാറിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തു. അപ്പോൾ ഒന്നും കൂടെ പൊടിഞ്ഞ് കിട്ടി. കാരണം അത് വേവാനായിട്ട് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ. എന്നിട്ട് അതവിടെ മാറ്റി വെച്ചു. ഇനി ഒരു പാൻ എടുത്തു, അതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുത്തു. ഒരു ടീസ്പൂൺ നെയ്യാണ് ഇപ്പോൾ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അത് ചൂടായി വന്നപ്പോൾ കുറച്ച് കാഷ്യൂനട്ടും റീസിൻസും ഇട്ട് ഒന്ന് റോസ്റ്റ് ചെയ്ത് വെച്ചു. കണ്ടില്ലേ? അതൊക്കെ നമ്മളുടെ ഇഷ്ടമനുസരണം ചേർക്കാം കേട്ടോ, എടുക്കാം കേട്ടോ. കാരണം കൂടുതൽ വേണമെന്നുള്ളവർക്ക് കൂടുതലാകാം, ഇല്ലെങ്കിൽ കുറച്ചായാലും മതി. എന്നിട്ട് ഇതൊന്ന് റോസ്റ്റായി വന്നപ്പോൾ ഞാനത് നെയ്യിൽ നിന്നൊക്കെ എടുത്ത് മാറ്റി. ഇനി ഈ നെയ്യിലേക്ക് തന്നെ നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. വേണമെങ്കിൽ ഒരു ടീസ്പൂൺ കൂടി ഇപ്പോൾ ആദ്യം തന്നെ ചേർത്ത് കൊടുക്കാം നെയ്യ്. അപ്പോൾ ഞാനിപ്പോൾ തൽക്കാലം അതിലേക്ക് തന്നെ ഇട്ട് കൊടുത്തു. കുറച്ച് കഴിഞ്ഞിട്ട് ചേർക്കാമെന്ന് വിചാരിച്ചു. എന്നിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കണം. കണ്ടില്ലേ? നല്ലതുപോലെ ഈ നെയ്യിൽ കിടന്ന് ഇതൊന്ന് നല്ലതുപോലെ ഒന്ന് സോഫ്റ്റായി വരണം. ക്യാരറ്റ് നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. നെയ്യിൽ കിടന്ന് ഇതിലേക്ക് പാലൊഴിച്ച് കൊടുക്കണം. ഞാൻ 1.5 കപ്പ് പാലെടുത്തിട്ടുണ്ട്. ആദ്യമേ തിളപ്പിച്ച് വെച്ചിരുന്ന പാലായിരുന്നു. അത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഇളക്കി വറ്റിക്കണം. കണ്ടോ? ഇപ്പോൾ ആ പാല് മുഴുവൻ ഈ ക്യാരറ്റിൽ പിടിച്ചിട്ടുണ്ട്. നല്ലതുപോലെ വറ്റി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് പഞ്ചസാരയാണ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തേക്കുന്നത്. 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്ത് കഴിയുമ്പോൾ പതുക്കെ ഇതൊന്ന് ലൂസായി വരും. ആ പഞ്ചസാരയൊക്കെ ഒന്ന് അലിഞ്ഞു വരും. എന്നിട്ട് നല്ലതുപോലെ ഇളക്കി അതൊക്കെ ഒന്ന് അലിഞ്ഞു വന്നു കഴിയുമ്പോൾ ഒരു നുള്ള് ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു നുള്ള് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും കണ്ടോ, ഇപ്പോൾ ഒന്ന് ലൂസായി വന്നില്ലേ? ഇത് ആ പഞ്ചസാര ഉരുകി വരുന്നതാണ്. എന്നിട്ട് നല്ലതുപോലെ ഇളക്കി ഒരു 2 മിനിറ്റോളം വേണ്ടി വരും. ഇളക്കി ഇത് നല്ലതുപോലെ മിക്സാക്കി എടുത്തു. അത് ആ പഞ്ചസാരയും പാലും എല്ലാം ഇതിലേക്ക് വറ്റി ചേർന്നിട്ടുണ്ട്. ഇപ്പോൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഒരു 5 ഏലക്കായിൻ്റെ ഉള്ളിലത്തെ കുരു എടുത്തിട്ട് പഞ്ചസാര ചേർത്ത് പൊടിച്ചതാണ്. മിക്സിയുടെ ചെറിയ ജാറിലിട്ട് പൊടിച്ചതാണ്. അത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തു. കാരണം അതൊരു നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട്. എന്നിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചു. ഇതിനിടയ്ക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂണോളം നെയ്യ് കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. അത് ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ വീണ്ടും ഇളക്കി. ഇപ്പോൾ ഈ പാത്രത്തിൻ്റെ സൈഡിൽ നിന്നൊക്കെ ഇത് വിട്ടു പോരുന്ന ഒരു പരുവത്തിലായിട്ടുണ്ട്. ആ നെയ്യ് നമുക്ക് എത്ര വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. കൂടുതൽ ചേർത്താൽ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും, അത്രേ ഉള്ളൂ. ഇനി നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കാഷ്യൂനട്ടും റൈസിൻസും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി സ്റ്റൗ ഓഫ് ചെയ്ത് വയ്ക്കാം. ഇനിയും കൂടുതൽ സമയം സ്റ്റൗ ഓൺ ചെയ്ത് ഇരിക്കേണ്ട ആവശ്യമില്ല. നല്ലതുപോലെ ഡ്രൈ ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് സ്പൂൺ കൊണ്ട് എടുത്ത് കഴിക്കാൻ പാകത്തിനാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. ക്യാരറ്റ് ഹൽവ പൊതുവെ അങ്ങനെയാണല്ലോ.
ഇനി വേറൊരു പാത്രത്തിൽ ഒരു ചെറിയ ബൗളിലേക്ക് മാറ്റി, കണ്ടോ, നല്ല ടേസ്റ്റാണ് കേട്ടോ. ചെറു ചൂടോട് കൂടി തന്നെ കഴിക്കണം. കണ്ട, കാണാമോ? നല്ല ടേസ്റ്റാട്ടോ. ഞാൻ നിങ്ങളെ ഒന്ന് കഴിച്ച് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. വെരി ടേസ്റ്റി. ഇത് ഇപ്പം ചൂടുണ്ട്, ഉണ്ടാക്കിയാൽ കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഇത് ഐസ്ക്രീമിൻ്റെ കൂടെ കഴിക്കാൻ സൂപ്പറാണ്. വാനില ഐസ്ക്രീമോ ഏതായാലും കുഴപ്പമില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. വെറും 10 മിനിറ്റ് മതി. അധികം ഇൻഗ്രീഡിയൻസ് ഇല്ല. പാലും ക്യാരറ്റും ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം, അത്രേ ഉള്ളൂ. അല്ലെങ്കിൽ വേണമെങ്കിൽ വേവിച്ചിട്ട് ഒന്ന് ഉടച്ചെടുത്താലും മതി. ഞാനിതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തു, എന്നിട്ട് ഒന്ന് മിക്സിയിലിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് കറക്കി, അത്രേ ഉള്ളൂ. പാലും പഞ്ചസാരയും നെയ്യും. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.